ഇത് നെപ്പോളിയൻ ഗാസ കീഴടക്കാൻ വന്നപ്പോൾ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഏകദേശം 4000-ഓളം അന്നത്തെ ഗാസ നിവാസികളെ ഇവർ കൂട്ടക്കൊല ചെയ്യുമെന്ന് ചോദിച്ചു. ഇത് ആ നെപ്പോളിയൻ്റെ ഒരു സ്പേസ് ആണ്. അതിനെ ഇന്നും കൊമമറേറ്റ് ചെയ്യുന്നതാണ്. ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റായിട്ട് ഇന്നും ഒരു സൂക്ഷിച്ചിരിക്കുന്നു. നെപ്പോളിയൻ ഇംഗ്ലണ്ട്, ഈജിപ്റ്റ് അടക്കമുള്ള സ്ഥലങ്ങൾ കോൺക്വർ ചെയ്യാൻ പോവുകയും ഈ ഒരു സ്ഥലത്ത് വരികയും അന്ന് ഇസ്രായേലിനെ കീഴടക്കണം എന്ന് വരികയൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ പ്ലേഗ് അടക്കം പലതും ബാധിച്ചതുകൊണ്ട് നെപ്പോളിയൻ ഹാഡ് എ ബാഡ് ലക്ക് വിത്ത് ഓൾ ദീസ്. അപ്പം അങ്ങനെയാണ് നെപ്പോളിയൻ തിരിച്ചു പോയത്. നെപ്പോളിയൻ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ലഭിച്ച അത്രയും സക്സസ് ഈ ഭാഗങ്ങളിൽ ലഭിച്ചിരുന്നില്ല. ഈ പ്രദേശങ്ങൾ വളരെ ചരിത്രമുറങ്ങുന്ന പ്രദേശമാണ്. അതായത് ഏകദേശം ഈ സ്ഥലത്ത് 4000-ഓളം ഡെഡ് ബോഡീസ്, നെപ്പോളിയൻ്റെ സൈനികർ കൂട്ടക്കൊല ചെയ്ത 4000-ഓളം പേരുടെ ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു. ആ ഡെഡ് ബോഡീസ് അത്രയും ഒന്നും മറവ് പോലും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പ്ലേഗ് ഉണ്ടാകുകയും നെപ്പോളിയൻ്റെ തന്നെ ഒരുപാട് സോൾജിയേഴ്സിന് പ്ലേഗ് വരികയൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്.